ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം ജില്ലയിൽ പുരോഗമിക്കുന്നു. ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഹരിതാഭമാക്കാനും പൊതുസ്ഥലങ്ങൾ പൂർണ്ണമായും ശുചീകരിക്കാനുമാണ് രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. 2024 ഒക്ടോബർ 2 ആരംഭിച്ച മാലിന്യമുക്തം നവകേരളം പദ്ധതി 5 ഘട്ടങ്ങളിലായി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 പൂർത്തിയാവും. നവംബർ 1 പൂർത്തീകരിച്ച ഒന്നാം ഘട്ടത്തിൽ ജില്ലയിൽ 578 വിദ്യാലയങ്ങളും 31 കലാലയങ്ങളും 2413 ഓഫീസുകളും 3 വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 4029 അയൽക്കൂട്ടങ്ങളും ഹരിതവൽക്കരിച്ചിരുന്നു. 74 പട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിക്കുകയും 49 പൊതു ഇടങ്ങൾ ശുചീകരിക്കുകയും ചെയ്തു. ഡിസംബർ 31 രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ജില്ലയിൽ ആകെയുള്ള 1092 വിദ്യാലയങ്ങളും 106 കലാലയങ്ങളും ഹരിതാഭമാക്കുകയാണ് ലക്ഷ്യം. നീർച്ചാലുകളുടെ ശുചീകരണത്തിനായി ഹരിത കേരളം മിഷൻ ആവിഷ്കരിച്ച ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ 3ാം ഘട്ടം ജില്ലയിൽ ഡിസംബറിൽ ആരംഭിക്കും. പരിസ്ഥിതി സൗഹൃദ പാക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് പരിപാടിയിൽ ഊന്നൽ നൽകും. കുട്ടികളുടെ ഹരിതസഭ വിളിച്ചു ചേർക്കും. KSRTC സ്റ്റേഷനുകളുടെ ഹരിതവൽക്കരണം, റെയിൽവേ മാലിന്യ സംസ്കരണം, വ്യാപാര സ്ഥാപനങ്ങളിൽ മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കൽ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന ഏജൻസികൾക്കും റിസോഴ്സ് പേഴ്സൺസിനും വേണ്ടി ജില്ലാതല ശില്പശാലകൾ സംഘടിപ്പിക്കാൻ ക്യാമ്പയിന്റെ ജില്ലാതല നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. ഈ മാസം 27, 28 തീയതികളിൽ തെള്ളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ വെച്ച് 4 ബാച്ചുകളായി തിരിച്ചാണ് ശില്പശാല നടത്തുക. നിർവഹണ സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ഹാപ്പിനെസ് പ്രൊജക്റ്റായ ഹാപ്പി കേരളം ജില്ലയിൽ 11 നടപ്പാക്കും. 11 ബ്ലോക്കുകളിലെ മാതൃകാ CDSകളിലാണ് പദ്ധതി നടപ്പാക്കുക. കുമരകം, ഞീഴൂർ, മാഞ്ഞൂർ, കുറിച്ചി, വാകത്താനം, വെച്ചൂർ, മീരടം, വാഴൂർ, കൂട്ടിക്കൽ, തിടനാട്, ഭരണങ്ങാനം എന്നീ CDSകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവയ്ക്ക് കീഴിൽ ഓരോ വാർഡിലും സന്തോഷ ഇടങ്ങൾ രൂപീകരിക്കുകയാണ് പദ്ധതി. ഒരു വാർഡിൽ 5 ഇടങ്ങൾ രൂപീകരിക്കും. 20 മുതൽ 40 വരെ കുടുംബങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തും. അക്ഷരനഗരിയായ കോട്ടയത്ത് പണി പൂർത്തിയായ അക്ഷരം മ്യൂസിയത്തിന്റെ 1ാം ഘട്ടം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ ഇന്നുവരെയുള്ള വികാസ പരിണാമങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് അക്ഷരം മ്യൂസിയത്തിന്റെ 1ാം ഘട്ടം. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 15 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 1ാം ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാട്ടകത്തെ സ്ഥലത്താണ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. 2ാം ഘട്ടമായി ഇന്ത്യൻ ഭാഷകളെയും ലോകഭാഷകളെയും ഉൾക്കൊള്ളിച്ചുള്ള ഗ്യാലറികൾ ഒരുക്കും. മലയാള സാഹിത്യത്തിന്റെ വിവിധ ശാഖകളെ അടയാളപ്പെടുത്തുന്നതായിരിക്കും 3-4 ഘട്ടങ്ങൾ. ശബരിമല തീർത്ഥാടകർക്കായി എരുമേലി ചെറിയമ്പലത്തിന് സമീപം സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി. ഭവന നിർമ്മാണ ബോർഡ് ആവിഷ്കരിച്ച ഡിവോഷണൽ ഹബിന്റെ ആദ്യ ഘട്ടമായാണ് പാർക്കിംഗ് പദ്ധതി നടപ്പാക്കുന്നത്. 2ാം ഘട്ടമായി ഭക്ഷണശാലയും കഫറ്റേറിയയും റിഫ്രഷ്മെന്റ് സെന്ററും തയ്യാറാക്കും. ഗസ്റ്റ് ഹൌസ്, കോട്ടേജുകൾ, ഡോർമെറ്ററി എന്നിവ അടങ്ങുന്നതാണ് 3ാം ഘട്ടം. മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ ക്യാമ്പുകൾ നടത്തി. നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭിന്നശേഷി കുട്ടികൾക്ക് കൈത്താങ്ങ് നൽകാൻ സഹായിക്കുന്ന പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതിനുള്ള പരിശീലനം ക്യാമ്പുകൾ നൽകി. ഒപ്പം പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണത്തിനുള്ള അനിമേഷൻ പ്രോഗ്രാമുകളും കുട്ടികൾ തയ്യാറാക്കി. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4ാം തരം 7ാം തരം തുല്യതാ കോഴ്സുകളുടെ പൊതുപരീക്ഷയിൽ ജില്ല 100% വിജയം കൈവരിച്ചു. 45 പേർ 4ാം തരം തുല്യതാ പരീക്ഷ എഴുതി പാസ്സായി. 7ാം തരം തുല്യതാ പരീക്ഷ 50 പേർ എഴുതി പാസ്സായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.